ഷബാന മാം, നമുക്ക് ലാസ്റ്റ് ടൈം ഫീഡ്ബാക്ക് പറയാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോ ഞാന് ആദ്യമായിട്ട് തന്നെ ഒരു കാര്യം പറയാണ്, ഞാൻ ഒരു ഡയറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷൻ അങ്ങനത്തെ ഒരു ഡോക്ടറോ കാര്യങ്ങളോ ഒന്നുമല്ല. എങ്കിലും ഒരു ഡയറ്റീഷ്യന്റെ കീഴിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അത് എന്റെ ലൈഫിൽ ഉപയോഗിച്ച സമയത്ത് ഒരു ഓവർ വെയിറ്റിലേക്കോ അണ്ടർ വെയിറ്റിലേക്കോ പോകാതെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അത് ലൈഫിൽ എന്നും നിലനിർത്താൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ഭക്ഷണ രീതിയാണെന്ന് മനസ്സിലായതിന്റെ ഫലമായിട്ട് അത് നിങ്ങളിലേക്കും കൂടി പങ്കുവെക്കാം. അത് മറ്റുള്ളവർക്കും ലൈഫിൽ ഉപകാരപ്പെടുമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഹെൽത്തി ഫുഡ് ഹാബിറ്റ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള നമ്മുടെ ആ ഒരു ലക്ഷറീസ് ഉണ്ട്, ലൈഫിലെ ലക്ഷറീസില് നമ്മൾ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഫുഡ് ഹാബിറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് ഹാബിറ്റ് എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും നമ്മുടെ ലൈഫിനെ നല്ലൊരു രീതിയിൽ, ഇപ്പൊ കൂടുതൽ ആളുകളും ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുമായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ഈ ഫുഡിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരുവിധം അസുഖങ്ങളെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പോ ഞാന് ജസ്റ്റ് ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. കാണുന്നുണ്ടോ? സ്ക്രീന് കാണുന്നുണ്ടോ? യെസ്. കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പ്ലേറ്റില് നമ്മളെ ഫുഡ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലേറ്റില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്ലേറ്റില് ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു റൂളാണ് കേട്ടോ. മൈ ഫുഡ് പ്ലേറ്റ് റൂൾ എന്നാണ് ഈ റൂളിനെ അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ ഭക്ഷണം വിളമ്പുകയാണെങ്കിൽ ആ ഭക്ഷണത്തിന്റെ ഒരു ഒരു 50-50 ആയിട്ട് നമുക്ക് അതിനെ ഭാഗിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഭാഗത്ത് നമുക്ക് വെജിറ്റബിൾസ്, വളരെയധികം വെജിറ്റബിൾസ്, ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ വെജിറ്റബിൾസ് ആണ് ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ വെജിറ്റബിൾസ് നമ്മൾ ഒരു ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത്. പിന്നെ അതിന്റെ കുറവാണ് ഫ്രൂട്ട്സ്. പിന്നെ അതിന്റെ കുറവ് ഒരു 25% ആണ് ഗ്രെയിൻസ് വരുന്നത്. പിന്നെ ഒരു 25% നമുക്ക് പ്രോട്ടീൻസും ഉൾപ്പെടുത്തണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ ഫുഡ് നമ്മുടെ പ്ലേറ്റിൽ നമ്മൾ വിളമ്പേണ്ടത്. അതിൽ ഒരു സൈഡിൽ നമ്മൾ എപ്പോഴും ഏതൊരു ഫുഡ് കഴിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഏതൊരു ടൈമിലാണെങ്കിലും നമ്മൾ ഡയറി പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഈ ഡയറി പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ പാല്, തൈര്, വെണ്ണ അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് ഈ ഫ്രൂട്ട്സ് പിന്നെ വെജിറ്റബിൾസ് ഏറ്റവും കൂടുതൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളൊരു മലയാളികളെ രീതി അനുസരിച്ച് നമ്മൾ ഗ്രെയിൻസിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ചോറ്, ഗോതമ്പ് അങ്ങനത്തെ കാര്യങ്ങളിൽ. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 25% മാത്രമാണ് ഓരോ ടൈമിലും നമുക്ക് ആവശ്യമുള്ളത്. എന്നാലും നമ്മൾ കഴിക്കുന്നത് കൂടുതലും 75ഉം ചിലപ്പം ഗ്രെയിൻസ് ആയിരിക്കാം. അതുകൊണ്ടാണ് ഈ ഒരു മലയാളികൾക്ക് കൂടുതലായിട്ടും ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ വരാൻ കാരണം. അപ്പൊ നമുക്ക് നോക്കാം ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് നമുക്ക് വേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോ ഈ ഒരു ഫുഡ് ഇനി അങ്ങോട്ട് ഞാൻ കുറച്ച് ഫുഡുകളെ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, ഈ ഒരു കാര്യം ആ ഒരു ഫുഡിൽ മാത്രമാണോ ഉള്ളത്? അങ്ങനെ ആവുമ്പോ ഒരു സംശയം ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒരു ആൽമണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു ബദാം എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഫാറ്റും ഫൈബറും കാർബ്സും എല്ലാം ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ കൂടെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് അടങ്ങിയതിനനുസരിച്ചിട്ടാണ് നമ്മൾ പറയാം. നമ്മളെപ്പോഴും എഗ്ഗ് പ്രോട്ടീനിലാണല്ലോ ഉൾപ്പെടുത്തുക, പക്ഷെ എഗ്ഗിലും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇത് നോക്കി മനസ്സിലാക്കുക. എല്ലാ ഫുഡിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ആ ഫുഡിൽ ആ കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ കൊണ്ടുപോകരുത് കേട്ടോ. അതിനു വേണ്ടി മാത്രം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇതാണിത്. അതേപോലെ ക്യാപ്സിക്കം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തന്നു മാത്രം കേട്ടോ. അപ്പൊ
ഇത്രയാണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോ ഫോട്ടോ ആയിട്ട് ഷെയർ ചെയ്യാനുള്ളത് മാത്രമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഡെയിലി നമുക്ക് എത്ര ഓരോ കാര്യങ്ങളും എത്ര എത്ര ആവശ്യമുണ്ട് നോക്കുകയാണെങ്കിൽ, ഒരു ശരാശരി ഒരു മനുഷ്യന് കാർബ്സ് അതായത് കാർബോഹൈഡ്രേറ്റ് ഒരു 125 മുതൽ 100 മുതൽ 125 വരെ അളവിലാണ് ഒരാളുടെ ശരീരത്തിലേക്ക് കാർബ്സ് എത്തേണ്ടത്. അതുപോലെ തന്നെ പ്രോട്ടീന് 60 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാൾക്ക് 60 ഗ്രാം പ്രോട്ടീൻ അവരുടെ ശരീരത്തിലേക്ക് ഡെയിലി എത്തിക്കൊണ്ടിരിക്കണം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഫുഡ് പ്ലേറ്റ് റൂള് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഡേയിൽ കഴിക്കുന്ന മൊത്തം കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ വെജിറ്റബിളും ഫ്രൂട്ട്സും ഗ്രെയിൻസും പ്രോട്ടീൻസും ഈ ഡയറി പ്രൊഡക്ട്സും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതും നമുക്ക് എല്ലാ സമയത്തും എല്ലാം എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ ആണെങ്കിൽ കൂടി നമ്മുടെ ലൈഫിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടാവും. ഒന്നും എല്ലാ സമയത്തും ഒരേ സാധനം കഴിക്കുന്നതിനേക്കാളും ആ ഡെയിലി ഉള്ള എല്ലാ ഫുഡ് ഹാബിറ്റിൽ ആ ഒരു എല്ലാ സംഭവങ്ങളും എത്തുന്നുണ്ടല്ലോ, അതുകൊണ്ടും കുറച്ചും കൂടെ ഒക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നല്ലതാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് പറയുന്നത് അല്ലെങ്കിൽ പ്രശ്നക്കാരനായിട്ട് കാണുന്നത് കാർബോഹൈഡ്രേറ്റ് ആണല്ലോ. അപ്പോ ഈ ചോറിനെയൊക്കെ പറയുന്നത് അങ്ങനെ ബുദ്ധിമുട്ടാക്കി പറയും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഹെൽത്തിന് വേണ്ടി ആവശ്യമാണ്, എനർജിക്ക് വേണ്ടി കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണ്. എങ്കിലും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച്, ഈ ഒരു കേരള സ്റ്റൈൽ അനുസരിച്ച് കൂടുതൽ ചോറ് ഉൾപ്പെടുത്തുന്നത് കൊണ്ട് മാത്രമാണ് അതിനെങ്ങനെ ഒരു എന്താ പറയാ ഒരു ഒരു പുള്ളിക്കാരൻ നമ്മളെന്താ പറയാ നമ്മളൊരു കുറ്റക്കാരനാക്കി മാറ്റി നിർത്തിയിരിക്കുന്നത്. പക്ഷെ അതങ്ങനെയല്ല, നമുക്ക് വേണം, നമ്മുടെ കുറഞ്ഞ അളവിൽ അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാല് സ്റ്റാർച്ചും ഷുഗറും ഫൈബറും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഫുഡില്. അപ്പൊ അതിനെ നമ്മള് സ്റ്റാർച്ച് ഒരു മീഡിയം ലെവലിലും ഫൈബർ കൂടിയതും പിന്നെ നമ്മുടെ ഷുഗർ ലെവൽ കുറഞ്ഞതുമായിട്ടുള്ള ഐറ്റംസ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ ആ വെജിറ്റബിൾസ് നമ്മുടെ ക്യാരറ്റ്, ബീട്രൂട്ട്, ഫ്രൂട്ട്സ് ഒക്കെ അതിൽ വരുന്നതാണ് കേട്ടോ. കോംപ്ലക്സ് കാർബ് എന്നാണ് ഇത് അറിയപ്പെടുക. ഇത്തരം ഫൈബർ കൂടിയിട്ടുള്ള കാർബ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്ലഡിലേക്ക് പെട്ടെന്ന് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നാ പറയാ, ഷുഗറിന്റെ ഹൈപ്പ് കൂടാതെ പെട്ടെന്ന് കയറിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് തന്നെ പെട്ടെന്ന് അത് ദഹിച്ചിട്ട് ഷുഗറിന്റെ ഹൈപ്പ് കൂടാതെ അത് ഒരു ലെവലിൽ ഒരു മീഡിയം ലെവലിൽ ഇങ്ങനെ ഉയർന്നു ഉയർന്നു വരാൻ വേണ്ടി കോംപ്ലക്സ് കാർബ്സ് കഴിക്കുന്നത് സഹായിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ ഒരു കാര്യം ഏകദേശം നമുക്ക് ഒരു വീട്ടമ്മ അല്ലെങ്കിൽ നമ്മൾ ഒരു ലൈഫിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, കൂടുതൽ ഫൈബർ അടങ്ങിയതും മീഡിയം സ്റ്റാർച്ച് അടങ്ങിയതും ലോ ഷുഗർ ആയിട്ടുള്ളതും ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ളതും ഒക്കെ നോക്കിയിട്ട് നമ്മൾ കാർബ്സിനെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പ്രോട്ടീനിലേക്ക് വരികയാണെങ്കിൽ, ഒരു ഹോൾ എഗ്ഗിൽ 7 ഗ്രാം പ്രോട്ടീൻ ആണ്. ഒരു മീഡിയം ലെവലിലുള്ള ഒരു എഗ്ഗ് എടുക്കുകയാണെങ്കിൽ അതിൽ 7 ഗ്രാം പ്രോട്ടീൻ മാത്രമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ എത്രത്തോളം എഗ്ഗ് കഴിക്കേണ്ടി വരും? ഒരു 60 കിലോഗ്രാം ഉള്ള ഒരാള് 60 ഗ്രാം കിട്ടണം എന്നാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ നമ്മൾ എത്രത്തോളം എഗ്ഗ് കഴിക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോ എഗ്ഗ് നമ്മൾ വേറെ എല്ലാ കാര്യങ്ങളും ഫുഡൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് 3 എഗ്ഗ് വരെയൊക്കെ ഒരു ദിവസം കഴിക്കാന്നാണ് കേട്ടോ പറയുന്നത്. നമ്മൾ ഒരുപാട് വേറെ എണ്ണക്കടികൾ അങ്ങനെയൊന്നും കഴിക്കാത്ത ഒരാൾക്ക് 3 എഗ്ഗ് വരെ ഡെയിലി കഴിക്കാം. പിന്നെ 100 ഗ്രാം ഫിഷില് അടങ്ങിയിരിക്കുന്നത് 20 ഗ്രാം പ്രോട്ടീൻ ആണ്. പിന്നെ നമ്മൾ ഓൾഡ് ആവുന്നതിനനുസരിച്ച് പ്രോട്ടീൻ്റെ അളവ് കൂട്ടുകയാണ് വേണ്ടത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ആൾക്കാര്, നമ്മുടെ കുട്ടികൾക്കാണ് നമ്മൾ കൂടുതലും എഗ്ഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. വയസ്സായ ആൾക്കാർ അല്ലെങ്കിൽ പ്രായം ചെന്ന ആൾക്കാർ എന്താ പറയാ, എനിക്കിത് വേണ്ട, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കുന്നത് തന്നെ കുറവായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത്, അവരുടെ സെൽ ഇങ്ങനെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രായമാണ്. അപ്പൊ പുതിയ സെല്ല് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീന് നല്ലോണം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അവരെയും കൂടി പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ചിക്കന്റെ ബ്രസ്റ്റ്. അപ്പൊ നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് ഈ ഒരു പ്രോട്ടീൻ അധികം കിട്ടണം എന്നുള്ള ആളുകൾക്ക് ചിക്കൻ ബ്രസ്റ്റ് തന്നെ പ്രത്യേകം തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ പാവങ്ങളുടെ ഒരു പ്രോട്ടീൻ കലവറ എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും പരിചയപ്പെടുത്താറുണ്ട് പരിപ്പ്, പയറ്, കടല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത്
നല്ലതാണ് കേട്ടോ. ഒരുപാട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അത് നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കും ആ ഒരു കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്നത് വരെ അത് പുതിയൊരു അറിവായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു കാര്യം ഓർമ്മയില്ലായിരുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു കടലവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങളിലൊക്കെ ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ഇത് ഈ ഒരു കടലയിലും പയറിലും ഒക്കെ ഉള്ള ന്യൂട്രിയൻസിനെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നതിനെ തടയാണ് ചെയ്യുന്നത്. ഈ ഫൈറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻ ഇൻഹിബിറ്റേഴ്സ് ആണ്. അതിനെ ന്യൂട്രിയൻസിനൊക്കെ ഉള്ളിലേക്ക് ആഗിരണം ചെയ്യുന്നതിനെ തടയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ തന്നെ ആലോചിക്കാറുണ്ട്, നമുക്ക് എന്തുകൊണ്ട് പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരുന്നു, പ്രോട്ടീന്റെ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് നമുക്ക് കുറയുന്നു, മസിൽസ് ഒക്കെ വീക്ക് ആവുന്നു എന്ന് ചിന്തിക്കാറുണ്ട്. നമ്മൾ നല്ലോണം കഴിക്കുന്നതാണല്ലോ, ഈ പയറും പരിപ്പും ഒക്കെ നമ്മൾ കഴിക്കുന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാറില്ല. അപ്പൊ എന്താണ് നമുക്കത് വരാതിരിക്കാൻ, ഫൈറ്റിക് ആസിഡ് നമുക്ക് അതിൽ നിന്ന് എങ്ങനെ റിമൂവ് ചെയ്യാന്ന് ചോദിച്ചാൽ, വൺ ഒരു 8 ഹവർ നമ്മൾ അത് കുതിർത്ത് വെച്ചതിന് ശേഷം അത് കഴുകി അതിന്റെ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പയറ് പരിപ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടത്. അത് ഞാൻ കണ്ടു വന്നിടത്തോളം ഞാൻ ഒരു വീടുകളിലും ഈ ഒരു പ്രവണത കണ്ടിട്ടില്ല. അഥവാ കുതിർക്കുകയാണെങ്കിൽ തന്നെ ഒരു 1 ഹവർ ഒക്കെയാണ് ചെയ്യുന്നത്. ഫൈറ്റിക് ആസിഡ് അതിൽ നിന്ന് റിമൂവ് ആയി കറക്റ്റ് നമ്മുടെ ആ ഒരു നമ്മുടെ ശരീരത്തിലേക്ക് മുഴുവൻ അതിൽ ഉള്ള എല്ലാ ന്യൂട്രിയൻസും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മളത് 8 ഹവർ എങ്കിലും നമ്മളത് കുതിർത്ത് വെക്കണം. കുതിർത്ത് വെച്ച് അത് കഴുകി അതിൽ ആ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, ഇനി നമുക്ക് നമ്മൾ കാർബോഹൈഡ്രേറ്റ് പറഞ്ഞു, പ്രോട്ടീൻ പറഞ്ഞു, ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫാറ്റ്. ഈ ഫാറ്റ് എപ്പോഴും ഫാറ്റ് എന്ന് കേൾക്കുമ്പോഴേക്ക് അയ്യോ ആ ഒരു മൈൻഡാണ് എല്ലാവർക്കും, വേണ്ട. ഫാറ്റ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. ഫാറ്റ് എപ്പോഴാ പ്രശ്നക്കാരനായി വരുന്ന വെച്ചാൽ, നമ്മൾ ഒരുപാട് പൊരിച്ച് കരിച്ച് അതിന്റെ മൊത്തം ന്യൂട്രിയൻ വാല്യൂസ് ഇല്ലാതാക്കിയിട്ട് അത് കഴിക്കുന്ന ആ സമയത്താണ് ഫാറ്റ് ശരിക്കും പ്രശ്നക്കാരനായി മാറുന്നത്. നമുക്ക് ഗുഡ് ഫാറ്റും ബാഡ് ഫാറ്റും ഇങ്ങനെ 2 ഫാറ്റുകളുണ്ട്. അതിലുള്ള ഗുഡ് ഫാറ്റ് ആണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. ഗുഡ് ഫാറ്റിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ നട്ട്സ്. നട്ട്സ് ഗുഡ് ഫാറ്റിൽ ഉൾപ്പെടുത്താം കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് നല്ല ഒരു അവക്കാഡോ. അവക്കാഡോ എന്ന് പറഞ്ഞാൽ അറിയോ, നമ്മുടെ ബട്ടർ ഫ്രൂട്ട്, ഒരു പച്ച കളറിലുള്ള ബട്ടർ ഫ്രൂട്ട് ഉണ്ടല്ലോ, അത് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അത് ഒരു നല്ലൊരു ഗുഡ് ഫാറ്റിൽ വരുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഫിഷ്, അതിലൊക്കെ ഗുഡ് ഫാറ്റ് ആണുള്ളത് കേട്ടോ. പിന്നെ നമ്മള് എന്ത് നമ്മുടെ ഈ മീറ്റ് വർഗ്ഗങ്ങളൊക്കെ ഒരുപാട് പൊരിച്ച് കരിച്ച് കഴിക്കാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ കറി വെച്ച് കഴിക്കാം, ജസ്റ്റ് കുക്ക് ചെയ്തിട്ട് ഉപ്പൊക്കെ ഇട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കാം. ഇതൊക്കെ നമുക്ക് നല്ല ഫാറ്റ് നമ്മുടെ ലൈഫിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഇടയിൽ എപ്പോഴും ഇതിന്റെ മുമ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കോക്കനട്ട് ഓയിൽ നല്ലതല്ല, കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാനേ പാടില്ല, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് വിമർശനങ്ങളും ആ സമയത്ത് എല്ലാവരും തന്നെ ഒഴിവാക്കിയ ഒരു സമയമൊക്കെ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. അതില് നമ്മുടെ വെസ്റ്റേണിൽ ഉള്ള ആൾക്കാർ, ഈ അമേരിക്കക്കാരൊക്കെ ഇതിനെക്കുറിച്ച് പഠനം നടത്തി. അവർ പഠനം നടത്താനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ചാല്, ഹാർട്ട് ഡിസീസ് നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള ആളുകൾക്ക്, ഇന്ത്യൻ ആളുകൾക്ക്, കേരളക്കാർക്കൊക്കെ വളരെ കുറവാണ് ഹാർട്ട് ഡിസീസ്. അവരപ്പോ പഠനം നടത്തി എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ വരുന്നത്. അപ്പോ അവർ കണ്ടെത്തിയ എന്താന്ന് വെച്ചാൽ, നമ്മൾ കൂടുതലായിട്ട് കോക്കനട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മുറ്റത്തെ മുല്ലക്ക് മണമില്ല പറഞ്ഞ പോലെ, ആരെങ്കിലും ഒന്ന് കുറ്റം പറഞ്ഞപ്പോഴേക്കും നമ്മൾ നമ്മുടെ ഏറ്റവും കൂട്ടുകാരനായിട്ടുള്ള നമ്മുടെ കോക്കനട്ട്, നമ്മൾ കേരളക്കാരാണ്, അതിനെ നമ്മൾ ഒഴിവാക്കി. അപ്പൊ കേരളത്തിന് ആ പേരിൽ തന്നെ ഉണ്ട് നമ്മൾ കേരം. ആ ഒരു കാര്യത്തെ നമ്മൾ ആരെങ്കിലും ഒന്ന് കുറ്റം പറയുമ്പോഴേക്ക് നമ്മൾ ഒഴിവാക്കി എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ അത് തിരിച്ചറിഞ്ഞ് ഒരുപാട് തിരിച്ച് നമ്മൾ അതിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ ഹാർട്ട് ഡിസീസ് വരെ കുറയ്ക്കുന്ന നമ്മുടെ തേങ്ങ നമ്മൾ ലൈഫിൽ ഒരുപാട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത് ഫാറ്റും കൂടെ ആണല്ലോ, നല്ല ഫാറ്റും ആണ്. അതുപോലെ നമുക്ക് ടേസ്റ്റ് നോക്കുകയാണെങ്കിലും കോക്കനട്ട് ഉൾപ്പെടുത്തുമ്പോൾ എല്ലാ ഫുഡിനും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നതായിട്ടും കാണാറുണ്ട് അല്ലെ. അപ്പൊ കോക്കനട്ട് ഉൾപ്പെടുത്തുക. പിന്നെ ചൂടാക്കുന്ന കൂട്ടത്തിലാണെങ്കിലും ഓയിൽ ചൂടാക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറയുകയാണെങ്കിൽ കൂടെ, നമ്മുടെ കോക്കനട്ട് ഓയിൽ ചൂടാക്കുമ്പോൾ ബാക്കി ഉള്ള ഓയിൽസിനെ വെച്ച് നോക്കുമ്പോൾ കോക്കനട്ട് ഓയിൽ കുറച്ചും കൂടി നല്ലതാണെന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് കൂടുതലും കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഒലീവ് ഓയിൽ നല്ലതാണ് കേട്ടോ.
ഒലിവ് ഓയിൽ ചൂടാക്കരുതെന്ന് മാത്രം. ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ നമ്മുടെ സാലഡ് ഒക്കെ ഇല്ലേ, സാലഡില് കുറച്ച് ചെറുനാരങ്ങയും ഉപ്പും ഇടുന്നതിന്റെ കൂടെ ആയിട്ട് കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിക്കുന്നതും നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൂടുതലായിട്ടുള്ള നമ്മൾ കുറച്ച് കഴിച്ചാലും കൂടുതലായിട്ട് നമ്മളെ ശരീരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എണ്ണയും അതുപോലെ ഈ സിട്രിക് ആസിഡ് നമ്മുടെ ആ ഒരു സംഭവം കൂടി ഒഴിക്കുന്ന സമയത്ത്, ചെറുനാരങ്ങ നീര് ഒഴിക്കുന്ന സമയത്ത് നമുക്കത് കൂടുതൽ അബ്സോർബ് ചെയ്യാൻ, നമ്മുടെ സാലഡിൽ നിന്നും കിട്ടുന്ന എല്ലാ ന്യൂട്രിയൻസും പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒലിവ് ഓയിൽ അതിനു വേണ്ടി യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഫാറ്റ് പറഞ്ഞു, കാർബ്സ് പറഞ്ഞു, പിന്നെ നമ്മള് എന്താ പറഞ്ഞത്, പ്രോട്ടീനും പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം ഫൈബറിന്റെ ഒരു ഭാഗം, വെജിറ്റബിള്, ഫ്രൂട്ട്സ്. വെജിറ്റബിള്, ഫ്രൂട്ട്സ് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹോൾ ഡേ നമ്മൾ ഫുൾ ഡേ എടുക്കുകയാണെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സിനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഇത് നമ്മളെ സെൽഫ് ലവും കൂടി വർദ്ധിപ്പിക്കും കേട്ടോ. നമ്മൾ പുതിയ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കളർഫുൾ ആയിട്ട് പല കാര്യങ്ങളും വിളമ്പി കൊടുക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. പക്ഷെ നമുക്ക് നമ്മൾ തന്നെ ഒരു ട്രീറ്റ് ഒക്കെ എടുക്കുക, നമ്മളെ പ്ലേറ്റിൽ നമ്മൾ ഒരു ട്രീറ്റ് ആക്കുക, പല കളറും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട്. അപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് യെല്ലോ, റെഡ്, ഗ്രീൻ. നമ്മുടെ ഒരു ഒരു ദിവസത്തിലെ ഫുഡില് യെല്ലോ, റെഡും ഗ്രീനും ഉൾപ്പെടുത്തിയിരിക്കുന്നു. യെല്ലോ നമ്മുടെ ഈ ഒരു മെന്റൽ ഹെൽത്തിനാണ് കേട്ടോ സഹായിക്കുന്നത്. മൂഡ് എൻഹാൻസ് ചെയ്യാന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെന്റൽ ഹെൽത്തിനെ ഒന്നും കൂടി ഉയർത്താൻ, എനർജി എൻഹാൻസ് ചെയ്യാന്. നമുക്കൊരു ക്ഷീണമൊക്കെ വരുമ്പോൾ ഒരു ബനാന കഴിച്ചാല് അത് യെല്ലോ ഫുഡാണ്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് എനർജി കൂടുന്നതായിട്ട് കാണാം. അതുപോലെ നാരങ്ങ വെള്ളം കലക്കി കുടിക്കുന്ന കണ്ടില്ലേ, നമ്മൾ എപ്പോഴും എനർജിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ആ യെല്ലോ ഫ്രൂട്ടിലും യെല്ലോ വെജിറ്റബിൾ, യെല്ലോ ഫ്രൂട്ടും വെജിറ്റബിളും രണ്ടും അങ്ങനെ കളറുകൾ നോക്കാട്ടോ. പിന്നെ നമുക്ക് ഗ്രീനിൽ വരികയാണെങ്കിൽ, ഗ്രീനിൽ വരുമ്പോൾ നമ്മൾ ലീഫി വെജിറ്റബിൾസ്, പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ പറയാ, ക്യാപ്സിക്കത്തിലെ കളറുകളില്ലേ, ആ കളറുകൾ യൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ അവക്കാഡോ അല്ലേ, അത് യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ ഗ്രീൻ ഐറ്റംസ് യൂസ് ചെയ്യാം. ഗ്രീൻ ഐറ്റംസ് നമ്മളെ സഹായിക്കുന്നത് എന്തിനാ വെച്ചാൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടിക്കൊണ്ടുവരാൻ നമ്മുടെ ഗ്രീൻ വെജിറ്റബിൾസ് ഓർ ഫ്രൂട്ട്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ റെഡ് ക്യാൻസർ ഫൈറ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് റെഡില് ക്യാൻസർ ഫൈറ്റ് ആണ്. അതുപോലെ റെഡ് എന്താ പറയാ, നമുക്ക് റെഡിൽ വരുന്നതല്ലേ നമ്മുടെ പൊമിഗ്രനേറ്റ്. ആ പൊമിഗ്രനേറ്റിനെ കുറിച്ച് നമുക്ക് ഡേറ്റ്സ് ആണെങ്കിലും നമുക്ക് ഏതൊരു ഫ്രൂട്ട് ആണെങ്കിലും ഓരോ ഫ്രൂട്ടും എടുത്തിട്ട് വരെ ശാസ്ത്രജ്ഞന്മാര് പഠനം നടത്തിയിട്ടുണ്ട്. എല്ലാ ഫ്രൂട്ടിനും എന്തെങ്കിലും കുഞ്ഞു നെഗറ്റീവ്സ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ പൊമിഗ്രനേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉറുമാമ്പഴല്ലേ, അതിൽ ഇന്ന് വരെ ഒരു ശാസ്ത്രജ്ഞന്മാർക്കും ഒരു നെഗറ്റീവും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ അത് നമ്മൾ ലൈഫിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അത് തൊലിച്ച് കഴിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും അത് ഒരു എൻജോയ് ആയിട്ട് എടുത്തിട്ട് അതിനെ തൊലിച്ച് റെഡിയാക്കി നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് തന്നെ ചിന്തിക്കാലോ, നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല, ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. അത് നമുക്ക് ഗുണം മാത്രമാണെന്ന് അറിയുന്ന ഒരു സാധനത്തിനെ നമുക്ക് എപ്പോഴും സ്വീകരിക്കാനും ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ശ്രമിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഇത് സെൽഫ് ലവിന്റെ കൂടി ഭാഗമാണ് കേട്ടോ. നമ്മള് ട്രീറ്റ് ചെയ്യാണ് ഏറ്റവും നല്ല പ്ലേറ്റ് ഒരുക്കിയിട്ട്. അങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യാം നമ്മുടെ മുന്നിൽ നമ്മുടെ പ്ലേറ്റ് ഏറ്റവും ഭംഗിയായിട്ട്. ഇനി നമ്മള് എല്ലാ കാര്യങ്ങളും നോക്കി അത്യാവശ്യം ഒരു വീട്ടില് ഒരു ഫുഡ് കഴിക്കുന്ന ഒരാൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഏകദേശം ഒക്കെ ഓക്കെയാണ്. അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മള് ഫുഡൊക്കെ വിളമ്പി വെച്ച് ഇനി നമ്മൾ എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ് പറയാൻ പോണത്. അത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മള് ആദ്യം തുടങ്ങേണ്ടത്, അവിടെ ഒരു റൂൾ ഉണ്ട്, FFP റൂൾ എന്നാണ് പറയാ. നമ്മൾ ഫൈബറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫാറ്റിലേക്ക് കടന്നിട്ട് പ്രോട്ടീനിലേക്ക് പോയിട്ട് അങ്ങനെയാണ്. അതിൽ ശരിക്കും പറയുകയാണെങ്കിൽ റൂളില് കാർബ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നേരത്തെ ഞാൻ പറഞ്ഞു ഈ കാർബ്സ് എല്ലാത്തിലും വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആദ്യം ആൽമണ്ട്സും ക്യാപ്സിക്കവും കാണിച്ചു തന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു, നമ്മളെ എന്താ പറയാ, നമ്മുടെ എല്ലാ ഫുഡിലും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കാര്യത്തിൽ നിന്നൊക്കെ കാർബ്സ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ലാസ്റ്റിലേക്ക് ചോറിലേക്ക് എത്തുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാം. ഓക്കെ ആണോ? അപ്പൊ ഫൈബർ ആദ്യം കഴിക്കുക, അതായത് സാലഡ് ആദ്യം കഴിക്കാം. ഇരിക്കുമ്പോ തന്നെ സാലഡ് കഴിക്കാം. പിന്നെ നമ്മള് ഫാറ്റിലേക്ക് പോവാം.
അതായത് നമുക്ക് ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ചിക്കനൊക്കെ എടുത്ത് കഴിക്കാം. പിന്നെ നമ്മുടെ പ്രോട്ടീൻ, അതും പ്രോട്ടീനിൽ ചിക്കനിലും ഫാറ്റിലും രണ്ടിലും വരുമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്ക് നമ്മൾ നമ്മുടെ കാർബ്സിലേക്ക് എത്തുക, നമ്മുടെ ഗ്രെയിൻസിലേക്ക് എത്തുക. അപ്പൊ ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. പുതിയൊരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയതാണ് കേട്ടോ. നമ്മുടെ ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഡയറ്റിലൊക്കെ. നമ്മുടെ ചെറിയ ചെറുധാന്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് മില്ലറ്റ്സ് എന്ന് പറയുന്ന ഒരു കാര്യം, അത് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മുത്താറി വർഗത്തിൽപ്പെട്ട തിന, ഉം, ബജ്റ, അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടെ നിങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിന്റെയൊക്കെ ഒരുപാട് റെസിപ്പീസ് നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ് കേട്ടോ. അപ്പോ ഏകദേശം ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ച ഇവിടെ തീർന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് ഒരു പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ട്. ഇപ്പൊ ഇന്നത്തെ സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ കൂടുതലും സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇപ്പൊ സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ്. എക്സാം സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് 5 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, ഇപ്പോ നമ്മളെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്, ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ അയക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എക്സാം സൈക്കോളജി പറഞ്ഞിട്ട് 5 ദിവസത്താണ്. നമുക്ക് ബാക്കി ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ വേറെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവും, ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്താം. പിന്നെ നമുക്ക് വേറൊരു വർക്ക്ഷോപ്പും കൂടെ ഉണ്ട്, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. അത് നമ്മുടെ ലൈഫിൽ നമ്മൾ നേരത്തെ കുറച്ച് ലക്ഷറീസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ലൈഫ് മൈൻഡ്ഫുൾ ആയിട്ട് എങ്ങനെ ജീവിക്കാന്നും കൂടി മനസ്സിലാവുമ്പോഴാണ് നമുക്ക് എന്ത് കാര്യങ്ങൾ, ഈ ഫുഡിലാണെങ്കിൽ പോലും മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ജീവിക്കാൻ എങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, അതൊരു പ്രാക്ടീസ് വർക്ക്ഷോപ്പാണ്. അതിലേക്കും ഞങ്ങളെ ക്ഷണിക്കുകയാണ് കേട്ടോ. ഇനി ഇന്ന് ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലും ഇനി കഴിഞ്ഞ കാര്യങ്ങളിലും മാത്രം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. പുതിയ സബ്ജക്റ്റുകൾ എടുത്തിടാത്തായിരിക്കും നല്ല. അന്നത്തെ പോലെ നമുക്ക് ടൈമിന്റെ ഒരു പ്രശ്നം വരും. അതേപോലെ ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഫുഡില് എന്തെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞു ന്യൂട്രീഷനിസ്റ്റോ ഡയറ്റിസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, എന്നാലും ശ്രമിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അണ്ടർ വെയിറ്റും ലോവർ വെയിറ്റും ആവാതെ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ ശരിക്കും നമ്മൾ അറിയണല്ലേ നമുക്ക് എത്ര വെയിറ്റ് ഉണ്ടെങ്കിലാണ്, എത്ര വെയിറ്റ് ആണ് നമ്മളെ ശരിക്കുള്ള വെയിറ്റ്. അങ്ങനെയാണെങ്കിലല്ലേ നമ്മൾ അണ്ടറിൽ പോകുന്നു ലോവറിൽ ഹൈ ആയി പോകുന്നുണ്ടോളോ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ വെയിറ്റ്, നമ്മൾ ഹൈറ്റിൽ നിന്നും 100 കുറച്ചിട്ട് കിട്ടുന്നതാണ് നമ്മുടെ ഐഡിയൽ വെയിറ്റ് കേട്ടോ. ഒരു വേറെയും കുറെ മെത്തേഡ്സ് ഉണ്ട്, എന്നാലും ഏതൊരാൾക്കും കണ്ടെത്താൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ഈ ഒരു രീതിയിൽ നമ്മളെ വെയിറ്റ് നോക്കി മനസ്സിലാക്കുക, ആ വെയിറ്റിനെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ഉയർന്നു പോകാതെയും ഒരുപാട് താഴ്ന്നു പോകാതെയും കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഏകദേശം എല്ലാം ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഈ വെയിറ്റിനെ കൊണ്ടൊന്ന് പറഞ്ഞില്ലേ, അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാവോ? ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞാണോ? ലാസ്റ്റ്. അപ്പൊ നമ്മുടെ ഹൈറ്റ് ഹൈറ്റ് എത്രയാന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക, നമ്മൾ അളന്നെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് 100 കുറയ്ക്കുക. 100 കുറയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് ഐഡിയൽ വെയിറ്റ് കിട്ടും. ഈ ഐഡിയൽ വെയിറ്റ് ഒക്കെ കണ്ടെത്താൻ വേറെയും കുറെ മെത്തേഡ്സ് ഉണ്ട്. നമ്മുടെ ചിലപ്പോൾ ബോണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വ്യത്യാസം ഉണ്ടാവാം. പക്ഷെ ഏകദേശം നമ്മളെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ. ഇനി 10 മിനിറ്റ് ആണുള്ളത്. ആർക്ക് വേണേലും എന്തെങ്കിലും നമ്മുടെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും. നമ്മുടെ മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ഓഫ് ഫുഡാണ് കൂടുതലും ഉൾപ്പെടുത്തേണ്ടത്? പ്രോട്ടീൻ ആണ് ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ. ഈ ഫൈബർ അപ്പം മറന്നു പോയത്, പ്രോട്ടീന് അധികമാണെന്നുള്ള ഉദ്ദേശത്തിൽ ഒരുപാട് പോയിട്ട് പ്രോട്ടീൻ കഴിക്കുമ്പോൾ ഫൈബർ മറന്നു പോയത്. ഫൈബർ നമ്മളെ കൂടുതലായിട്ട് എല്ലാം കൂടി അബ്സോർബ് ചെയ്യാനും ദഹിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു മൊത്തം ഉള്ളിലുള്ള പ്രോസസ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തിനേയും ദഹിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ്
നമ്മുടെ ശരീരമുള്ളത്. പക്ഷെ ഇത് ദഹിപ്പിച്ച് അബ്സോർബ് ചെയ്ത് നമുക്ക് വേണ്ടേ മാത്രം മതിയല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ കഴിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്നതെല്ലാം ദഹിക്കുന്നുണ്ട്. ദഹിക്കുന്നതിനനുസരിച്ച് നമുക്ക് വണ്ണമൊക്കെ കൂടുന്നത്. പക്ഷെങ്കിൽ നമ്മൾ കറക്റ്റ് കഴിക്കുകയാണെങ്കിൽ മാത്രമാണ് അത് ബെനിഫിറ്റ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും എന്തും കഴിക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഉപകാരപ്പെടും. അല്ല, അതിന്റെ ഒരു പെർസെന്റേജ് വെച്ചിട്ട് പറയാൻ പറ്റുമോ? അതായത് മസിൽ ഇപ്പൊ നമുക്ക് ആണുങ്ങളെ പോലെ ഭയങ്കരമായിട്ട് വരണം എന്നില്ലല്ലോ, അപ്പോഴാണ് പ്രോട്ടീന്റെ അളവ് അപ്പൊ കൂട്ടേണ്ടത്. നമുക്ക് പ്രോട്ടീന്റെ അളവ് ശരിക്കും പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, 60 കിലോഗ്രാം ഉള്ള ഒരാൾക്ക് 60 ഗ്രാം, ഇതാണ് കറക്റ്റ് ഓക്കെ. കിട്ടേണ്ടത്. പിന്നെ മസിൽ കൂട്ടുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ പേഴ്സണൽ ആയിട്ട് ഒരു ന്യൂട്രീഷൻ ഡയറ്റീഷ്യൻ ഒക്കെ കണ്ടിട്ട് നമ്മുടേതായ ഒരു എന്താ പറയാ, നമ്മുടെ ബോഡി ആ ഒരു മോഡലൊക്കെ നോക്കിയിട്ട് അവരെ സജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഫുഡും ഹാബിറ്റും ഒക്കെ മാറ്റിക്കൊണ്ടുവരേണ്ടി വരും. അല്ലാതെ നോക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ 60 കിലോഗ്രാം ഉള്ള ഒരാൾക്ക് 60 ഗ്രാം പ്രോട്ടീൻ, ആ രീതിയിലാണ്. ഇത് വന്നിട്ടുണ്ട് തോന്നുന്നു. എന്തോ ഒരു ഇൻട്രപ്ഷൻ വന്നു. ഒന്ന് ചെക്ക്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഈ മസില് വരുന്നതേ നമുക്ക് ആ ജെൻസിനെ മസില് ലേഡീസിന് വരൂല കേട്ടോ. അത് അല്ല, വരൂലെന്ന് പറയാൻ പറ്റൂല, വരും. എങ്ങനെ വെച്ചാൽ നമ്മൾ കാണലുണ്ടല്ലോ ഈ ഫൈറ്റിലൊക്കെ പോകുന്ന. അങ്ങനെ പക്ഷെ അതിനൊക്കെ ഒരു ചെയ്താലേ വരൂ. നോർമലി കാര്യത്തിൽ വരൂല. അതാണ്. അത് നമ്മൾ വേണം എന്നുള്ളവർക്ക് ശ്രമിക്കുക. കാരണം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതത്രയും ഡയറ്റും ചെയ്തിട്ട് പ്രോട്ടീൻ യൂസ് ചെയ്തും എക്സസൈസ് ചെയ്തും വെയിറ്റ് ഗെയിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതാ. നോർമലി നമുക്ക് ഒരിക്കലും ജെൻസിനെ പോലെയുള്ള മസിൽസ് ലേഡീസിന് വരൂല. അല്ല, മസിൽ വരാൻ വേണ്ടിയിട്ടല്ല, അതായത് മസിൽ സ്ട്രെങ്തൻ ചെയ്യാനാണ്. കാരണം നമ്മളെ ലേഡീസ് ഒരു പ്രായം കഴിഞ്ഞ മസിൽ വീക്കായി വരുന്നു. അപ്പൊ നമ്മളെ മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. കുറച്ചും കൂടെ സ്ട്രെങ്ത് ഉള്ള മസിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഇപ്പൊ ബോഡിയിലാണെങ്കിലും എല്ല് സ്ട്രെങ്തൻ ചെയ്യാൻ, ഹാർട്ടിന് കുറച്ചും കൂടെ ഒരു കപ്പാസിറ്റി കിട്ടാൻ, അങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു ഡയറ്റ് പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത് എങ്ങനെയാ വെച്ചാല് നമുക്ക് ഓരോരുത്തർക്കും ഈ നമ്മളെ ഹെൽത്ത് കണ്ടീഷൻസും എല്ലാം വെച്ചിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താനുണ്ട്. പക്ഷെ നമുക്ക് ആർക്കും യൂസ് ചെയ്യാനും ഫോളോ ചെയ്യാനും പറ്റുന്ന ഒരു രീതിയിലുള്ള കാര്യമാണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത്. നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ, എല്ലാവർക്കും പറ്റുന്ന ഒരു രീതിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. യെസ്, ഓക്കെ. അതായത് മിനിമത്തിൽ പോകാം എന്നുള്ളത് അല്ലെ. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഫാറ്റ് പറഞ്ഞല്ലോ, ഇപ്പൊ ഗുഡ് ഫാറ്റ് പറഞ്ഞു, കുറെ സംഗതികൾ പറഞ്ഞു. ബാഡ് ഫാറ്റില് എന്തൊക്കെ വസ്തുതകളാണ് വരുന്നത്? ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഞാൻ പറയാം. അത് നമ്മള് ബാഡ് ഫാറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ റെഡ് മീറ്റുകൾ ശരിക്കും ബാഡ് ഫാറ്റ് ആണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടെ 2 ആഴ്ചയിൽ ഒരിക്കലൊന്നും കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതായത് ബീഫ് കാര്യങ്ങളൊക്കെ കേട്ടോ.
പക്ഷെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല് പണ്ടൊക്കെ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടാകും, അപ്പൊ മാത്രമാണ് നമുക്ക് അതൊക്കെ കിട്ടുന്നത്. ചിലപ്പോ നമ്മുടെ ഉമ്മമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, നബിദിനത്തിന് മാത്രമൊക്കെ ആയിരിക്കും അവര് ബീഫൊക്കെ കഴിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമ്മള് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ചിലപ്പോ ആഴ്ചയിൽ 2 ദിവസമൊക്കെ കഴിക്കുന്നുണ്ടാവാം. അപ്പൊ അതും ബാഡ് ഫാറ്റിൽ വരും. പിന്നെ നമ്മൾ പൊരിക്കുന്നതാണെങ്കിലോ, അന്നൊക്കെ ഒരു എണ്ണ കിട്ടാൻ വരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവര് പൊരിക്കാതെ കഴിക്കാനാ കൂടുതൽ നോക്കുക. നമുക്ക് എന്നും പൊരിക്കണം, എല്ലാം പൊരിക്കണം. അതൊക്കെ ബാഡ് ഫാറ്റ് ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ നമ്മുടെ യൂട്യൂബിലൊക്കെ പുതിയ റെസിപ്പീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ബ്രിഞ്ചോളൊക്കെ എടുത്തിട്ട് പൊരിക്കും, അല്ലേ? എന്തിനാ? അങ്ങനല്ല, നമ്മൾ ഹെൽത്ത് നോക്കുകയാണെ എന്താ, ടേസ്റ്റ് നോക്കുകയാണെ ഓക്കെ, പക്ഷെ ഹെൽത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്നാണ്. അപ്പൊ അങ്ങനെ കഴിക്കാൻ ശ്രമിക്കുക, അപ്പൊ ബാഡ് ഫാറ്റ് എത്താതിരിക്കും. പിന്നെ നമ്മൾ കരിയൂലേ, നമ്മൾ പൊരിക്കുന്ന സമയത്ത് കരിയുമ്പോ ഈ നേരത്തെ പറഞ്ഞ ഇത്രയും ഗുണമുള്ള കോക്കനട്ട് ഓയിൽ പോലും ബാഡ് ആയിട്ട് മാറുകയാണ്, ബാഡ് ഫാറ്റ് ആയിട്ട് മാറുകയാണ്. അങ്ങനെയൊക്കെ കുറച്ച് ശ്രദ്ധിക്കാന്നുള്ളതാണ്. അപ്പൊ ഏകദേശം നമ്മുടെ സമയം കഴിയാറായിട്ടുണ്ട്. അപ്പോ വേറെ സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാട്ടോ, നമ്മള് 2 വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം പുതിയ ആളുകളെ കൊണ്ടുവരാനും നിങ്ങൾ തന്നെ ജോയിൻ ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. ഫ്രീ ആയിട്ട് ഞങ്ങൾ തരുന്ന കോഴ്സിൽ ഇത്രയും തരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സിൽ മാക്സിമം തരാൻ ശ്രമിക്കും എന്നുള്ളത് എനിക്കറിയാറ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഔട്ട് ചെയ്തിട്ടുള്ള വിജയമാക്കാൻ നിങ്ങൾ എല്ലാവരും ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ നമ്മുടെ ഈ ഒരു വീക്ക്ലി വെബിനാർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. എല്ലാവരോടും മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വർക്ക്ഷോപ്പ് 28 ഡേയ്സിന്റെ ആണോ മാമേ? 28 ഡേയ്സ്, അത് കൂടുതലും പ്രാക്ടീസ് ആണ് വരുന്നത്. നമുക്ക് എങ്ങനെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് നമ്മുടെ ലൈഫിലേക്ക് ടാസ്കുകളാണ്, ടാസ്ക് ബേസ് ആയിട്ട് ഉള്ള ഒരു ഇതാണ്. സൂം മീറ്റ് സെഷൻ തന്നെ ആയിരിക്കുമല്ലേ അല്ലേ? സൂം മീറ്റ് കുറവായിരിക്കും, അത് കൂടുതൽ വാട്സപ്പ് വാട്സപ്പ്. ഫോളോ അപ്പ് ആണ് ഉണ്ടാവുക. ആ അത് നമ്മൾ ഫാത്തിമ ഉണ്ട്. ഡെയിലി ഫാത്തിമ ഡെയിലി ഓരോ ടാസ്കുകൾ തരും. അപ്പൊ അത് നമ്മൾ ചെയ്യുക. സിമ്പിൾ ടാസ്കുകളായിരിക്കും, പക്ഷെ നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ, അത് നമ്മൾ മൈൻഡ്ഫുൾനെസ് നമ്മളെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. നമ്മളത് നേടിയെടുക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എന്ത് പ്രശ്നങ്ങൾക്കിടയിലാണെങ്കിലും മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. സമാധാനം നമ്മളെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ ഒന്നുകിൽ പാസ്റ്റിലായിരിക്കും ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വരാനിരിക്കുന്ന കാര്യത്തിലായിരിക്കും. അത് രണ്ടും ഇല്ലാതെ ഈ നിമിഷത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാനുള്ള പ്രാക്ടീസ് ആണ് കേട്ടോ. ഭയങ്കര റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, എല്ലാവർക്കും അത്യാവശ്യം സംശയങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? നമ്മുടെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടോ? എങ്ങനെയാണ്? ഒരു കോൾ ഇടാം ഞങ്ങൾ ഇന്ന് ഗ്രൂപ്പില്, പ്രതികരിക്കല്ലോ അല്ലെ? പിന്നെ ഓഫ് കോഴ്സ് ഉപകാരപ്പെടുന്നുണ്ടല്ലോ, ഓക്കെ, ഷുവറായിട്ടും ഉപകാരപ്പെടുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ ഓരോ ക്ലാസ് വരുമ്പോഴും വളരെ ക്യൂരിയസ് ആയിട്ട് ഇതിൽ തന്നെ പിന്നെ കയറാനും അതുപോലെ ഈ ക്ലാസ് മിസ്സാക്കാതിരിക്കാനും ഒക്കെ ട്രൈ ചെയ്യുന്നത്. താങ്ക് യു. എന്താണ് താങ്ക് അങ്ങനെ യു. ഒരു സംശയം? സന്തോഷമുണ്ട് കേട്ടോ. ഓ, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്. ഞങ്ങൾ കേൾക്കാൻ ഒരു ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്. ഡേറ്റ് ഇല്ലാത്ത കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒക്കെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, പക്ഷെ അത് വലിയ വലിയ കാര്യങ്ങളാണ്. റിസൾട്ടുകൾ വലുതായിരിക്കും അല്ലെ? അതെ അതെ, റിസൾട്ട് വലുതാണ്. പറഞ്ഞ പോലെ ഇപ്പൊ ഇന്നലത്തെ നമ്മുടെ മാമിന്റെ ക്ലാസ്സിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര പാടാണ് കാര്യം. ലെക്ചറീസ് ഇതില്ലേ വരുന്നത്, അത് അപ്ലൈ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഈ ഉറക്കം എന്ന് വെച്ചാൽ പേഴ്സണലി പറയുകയാണെങ്കിൽ നല്ല പാടാണ്.